നമസ്തേ. ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. സമാനതകളില്ലെന്ന് പറയാനാവില്ല. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാന നാളുകളിൽ അരങ്ങ് നിറഞ്ഞ സരിതയ്ക്ക് പകരം സ്വപ്ന രംഗം കൈയടക്കിയിരിക്കുന്നു. ചില UDF നേതാക്കളുടെയും മന്ത്രിമാരുടെയും രതിവൈകൃതങ്ങളും അശ്ലീല സാഹിത്യവും സന്ദേശവും മാത്രമായിരുന്നു കഴിഞ്ഞ കുറിയെങ്കിൽ ഇക്കുറി കുറെ കൂടി ഗൗരവമാർന്നതാണ്. രാജ്യസുരക്ഷയിൽ തന്നെ വീഴ്ച. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹണി ട്രാപ്പിൽ, ഒപ്പം കള്ളക്കടത്തുകാരിക്ക് ഉന്നത ഉദ്യോഗസ്ഥയായി നിയമനം. എന്താണ് നടക്കുന്നത്? പരിശോധിക്കുകയാണ് ജനം എഡിറ്റേഴ്സ് ചോയ്സ്. PSC മുൻ ചെയർമാനും മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും MP-യുമായ NK പ്രേമേന്ദ്രൻ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PS ശ്രീകുമാർ, സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, മുൻ MP-യും CPM ചിന്തകനുമായ CP നാരായണൻ, ആസൂത്രണ ബോർഡ് മുൻ അംഗവും UDF നേതാവുമായ CP ജോൺ എന്നിവർ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നു. ശ്രീജിത്ത് പണിക്കർ, എങ്ങനെ കാണുന്നു? എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇന്നുവരെ രാഷ്ട്ര സുരക്ഷയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്ര സുരക്ഷയുടെ പ്രശ്നത്തിൽ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. എല്ലാം ശരിയാക്കും, LDF വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന പിണറായിയുടെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടന്നത്. എങ്ങനെ കാണുന്നു? എല്ലാം ശരിയാക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞതാണ് പലർക്കും പ്രേരണയും പ്രചോദനവും ഒക്കെ ആയതെന്നാണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത കുറേയധികം സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിനുമാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു ഗൗരവം ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇവിടെ ഒരു കേസ് വന്നിരിക്കുന്നു, ആ കേസിനെ വളരെ ലഘുതരമായിട്ടുള്ള ഒരു കേസാണ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഒരു ഡിപ്ലോമാറ്റിക് കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 30-ാം തീയതി ഇതിനെപ്പറ്റിയുള്ള ഒരു കോള് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത് പിന്നീട് പല രീതികളിലുള്ള അപ്രൂവൽ എടുത്തതിന് ശേഷം അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊരു 30 കിലോ സ്വർണം കണ്ടെത്തുന്നു. അത് കണ്ടെത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ, അത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണോ അന്വേഷിക്കേണ്ടത്, CBI ആണോ അന്വേഷിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അത് കോൺട്രാക്റ്റ് ആയിക്കോട്ടെ സ്ഥിര നിയമനമായിക്കോട്ടെ, അങ്ങനെയുള്ള ആൾ അതിൽ വർക്ക് ചെയ്യുന്നു, ആ ആളിന് അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് തോന്നിയാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്നത് ആ ആളെ മാറ്റി നിർത്തി ഒരു അന്വേഷണം ഉടനടി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്പ്രിംഗ്ലർ വിവാദമുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിരുന്നത്, ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ ഏറെ ആരോപണ വിധേയനായിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT വിഭാഗത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ശിവശങ്കറാണ്. അന്ന് ശിവശങ്കറിനെ വളരെ നന്നായി പൊതിഞ്ഞിരുന്ന അദ്ദേഹം ശിവശങ്കറിന് എല്ലാ മാധ്യമങ്ങളിലും പോയി അഭിമുഖങ്ങൾ നൽകുന്നതിനുള്ള അനുമതി പോലും നൽകിയിരുന്നു. അപ്പോൾ തൻ്റെ ഭാഗവും ഗവൺമെൻറ്റിൻ്റെ ഭാഗവും പറയുന്നതിനും എല്ലാ കുറ്റവും തൻ്റേതാണ് എന്ന് സ്വയം ഏറ്റെടുക്കുന്നതിനും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് അതിനുള്ള അവസരം നൽകി. എന്നാൽ ഇന്ന് നേരെ മറിച്ച് ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ ഭാഗം എന്താണ് എന്ന് ഒരു വ്യാഖ്യാനം ഏതെങ്കിലും മാധ്യമത്തിന് കൊടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന് നൽകിയില്ല. ഈ വിവാദം വന്നിട്ട് 2 ദിവസത്തിനകം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 2 ഉയർന്ന പദവികൾ, IT സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ മെറിറ്റ് എന്താണ്? അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മാത്രം കൺവിക്ഷനാണ്. മുഖ്യമന്ത്രിയുടെ കൺവിക്ഷൻ കൊണ്ട് ഒരാളിനെ നീക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ഓഫീസറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അദ്ദേഹത്തിന് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിനും താൻ നിരപരാധിയാണ് എങ്കിൽ അത് തെളിയിക്കുന്നതിനും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല എൻക്വയറി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലും പ്രഖ്യാപിക്കാതെ അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും നിർബന്ധിതമായിട്ടുള്ള ലീവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ, നിർബന്ധിതമെന്ന് ഞാൻ ഊഹിക്കുകയാണ് ഈ സംഭവങ്ങൾ കൊണ്ട്, അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ സ്വപ്നയുടെ നിയമനം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതെ, അവർക്ക് 1,70,000 രൂപ ശമ്പളമാണ്. സീനിയർ IAS ഓഫീസറുടെ സാലറിയാണ്. ഒരു IAS തുടക്കത്തിൽ വരുമ്പോൾ 77,000 രൂപയാണ് ശമ്പളം.
ഈ 1,70,000 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള സാലറിയിലേക്കാണ് ഇത് വരുന്നത്. ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് യുക്തി? അല്ല, അതിൽ തന്നെയുള്ള വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് മൂന്ന് രീതിയിലുള്ള പ്രശ്നമാണ് ശ്രീ പിണറായി വിജയൻ ഇവിടെ നേരിടുന്നത്. ഒന്നാമത്, ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എലിജിബിലിറ്റി എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് പ്രശ്നമാണ്. അവർക്ക് നിയമനം നൽകിയിരിക്കുന്നത് അവർ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ എംപ്ലോയി ചെയ്തിരിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആണ് എന്നവർ പറയുന്നു. മറ്റൊരു കമ്പനിയുടെ പേരല്ല ഇതിനകത്തിൽ പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇങ്ങനെ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഏജൻസി കൃത്യമായി ആൾക്കാരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടക്കാതെയാണ് നിയമനം നൽകുന്നത് എങ്കിൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് പറയണം. ഇനി ഈ തൻ്റെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളിനെ 2 ദിവസത്തിനുള്ളിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് ഈ വ്യക്തിയുമായിട്ട്, ഈ സ്ത്രീയുമായിട്ട് വഴിവിട്ട വ്യക്തിബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ കൺവിക്ഷനാണ് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹം 2 ദിവസത്തെ പത്രസമ്മേളനങ്ങളിൽ പറയുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു നിർത്തിയിരുന്ന ആ കൺവിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമാകുന്നത്. എന്താണ് അവിടെ ഉണ്ടായത്, എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്ന് അറിയുന്നതിന് ഒരുപക്ഷെ CPM അനുഭാവികൾക്ക് താല്പര്യമില്ല എങ്കിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാപരമായി തന്നെ താൻ ആരോടും ഒരു ഫേവറും കാണിച്ചിട്ടില്ല എന്നുള്ളതിന് വേണ്ടി ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം ഉണ്ടാകണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇതിനോടൊപ്പം തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പോൾ ഈ 2 കാര്യങ്ങളും IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ആരാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി? അത് ശ്രീ പിണറായി വിജയനാണ്. ഇനി 2, ഇവിടെ നിന്ന് ഈ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് പോകുന്നല്ലോ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ പോകുന്നല്ലോ. ഈ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ടാകുന്നു, ആ പ്രശ്നത്തിൻ്റെ പേരിൽ 2 ആൾക്കാരെ മാറ്റുന്നു, സ്വപ്നയെ മാറ്റുന്നു, ശിവശങ്കറിനെ മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഒളിവിൽ പോകാനുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവരെ വാച്ച് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള തിരുവനന്തപുരത്ത് നിന്ന് അവർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗ്ഗമുണ്ടായത്? ആഭ്യന്തരമാരാണ് കൈയാളുന്നത്? ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നതിൻ്റെ മന്ത്രിയും ശ്രീ പിണറായി വിജയനാണ്. ഒപ്പം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്പ്രിംഗ്ലറിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ബെവ്ക്യൂ ആപ്പിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സ്വജനപക്ഷപാതം ഉൾപ്പെടെ വന്നിരുന്നപ്പോൾ പോലും അദ്ദേഹം വളരെ നന്നായി പൊതിഞ്ഞിരുന്ന ശ്രീ ശിവശങ്കറിനെ 2 ദിവസം കൊണ്ട് പുറത്താക്കുന്നു. ഈ 3 സംഭവങ്ങളും ഈ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ IT വകുപ്പിൻ്റെ സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ആണ്, അതായത് റിപ്പോർട്ട് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററിനാണ്. ഇങ്ങനെ ഈ 3 കൗണ്ടുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെല്ലാം വരുന്നത് കളങ്കിതമാണ് എന്നിവിടെ കാണിക്കുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അപ്പോൾ അതിൽ നിന്ന് കറകളഞ്ഞ അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തു വരിക എന്ന് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതിലേക്കുള്ള യാതൊരു പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അനിതര സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം അദ്ദേഹം ഉൾക്കൊണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള പൊതുസമൂഹത്തിന്, പൊതുജനങ്ങളുടെ ബോധ്യത്തിന് സംശയമുണ്ട്. ഓക്കെ, ശ്രീ പ്രേമേന്ദ്രൻ, സരിതയുടെ പട്ടികയിൽ, സരിതയുടെ പ്രണയലേഖനങ്ങളിൽ പേരില്ലാത്ത ഒരാളാണ് താങ്കൾ. മന്ത്രിയായിരുന്ന കാലയളവിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുപ്രവർത്തകനായിട്ട് നിരവധി തവണ അങ്ങ് MP ആയി. എന്താണ് നമ്മുടെ ഈ സംഭവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? എവിടെയാണ് പിണറായിക്ക് പിഴച്ചത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ചും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ആ മുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെയാണ് പ്രശ്നം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ വളരെ അകലമാണ്. വലിയ അകലം അല്ലെങ്കിൽ നയപരമായിട്ടുള്ള വ്യതിയാനം വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് CPM-ലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. ഞാനൊരു ഒറ്റ ഉദാഹരണം സൂചിപ്പിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. കാറൽ മാർക്സ് മൂലധനം എഴുതിയ ബ്രിട്ടീഷ് ലൈബ്രറി എല്ലാവർക്കും സുപരിചിതമാണ്. കാറൽ മാർക്സും ഏംഗൽസും കൂടി ചേർന്ന് എഴുതിയ ആ ഏറ്റവും മഹത്തരമായ, ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മഹത്തരമായ ഒരു പ്രത്യയശാസ്ത്രം എഴുതിയതിന് കാതങ്ങൾക്കിപ്പുറത്താണ് എന്തിനെയാണോ എതിർത്തത്, മാർസിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള വീക്ഷണം എന്തിനെയാണോ കറകളഞ്ഞ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള യുദ്ധം, അതിനെതിരായിട്ടുള്ള പോരാട്ടം പ്രഖ്യാപിച്ചത്, അതേ മൂലധന ശക്തികളുടെ, ഓഹരി മൂലധന ശക്തികളുടെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോയി
രാവിലെ 8 മണിക്ക് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനോടൊപ്പം അതിൻ്റെ ബന്ധപ്പെട്ട മേധാവികളോടൊപ്പം മണിയടിച്ചുകൊണ്ട് അതിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ എന്തുമാത്രം കോർപ്പറേറ്റ് മുതലാളിത്ത വിധേയത്വം ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒരുപക്ഷെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചിന്തിക്കാൻ കഴിയുന്നതാണ് ലോകത്ത്. അപ്പൊ അദ്ദേഹം ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് പരമപുച്ഛമാണ്. സമ്പന്നതയോടും സമ്പത്തിനോടും അതുപോലെ തന്നെ മൂലധന ശക്തികളോടുമുള്ള അമിതമായിട്ടുള്ള വിധേയത്വമാണ് സത്യത്തിൽ ഇന്ന് ഈ സ്ഥിതിയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ഈ അധപ്പതനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്താണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അന്ന് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാനും ആ നയത്തിനെതിരായി അന്നത്തെ വിഷയത്തിൽ അതിശക്തമായി പിണറായി വിജയനോടൊപ്പം നിന്ന് അതിശക്തമായി സമരമുഖത്ത് നിന്നയാളാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് തുലനം ചെയ്യേണ്ടതായിട്ടുണ്ട്, താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, മുഖ്യമന്ത്രിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്വാധീനമുണ്ട് എന്ന് ഒരു തട്ടിപ്പുകാരിയായിട്ടുള്ള സ്ത്രീ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ കബളിപ്പിച്ചു. ഇതാണ് കേസ്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള 3 ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്ന ആക്ഷേപം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ 3 പേരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാറ്റി. അന്ന് മാറ്റിയപ്പോൾ ഞാനും അതുപോലെ തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചത് മുഖ്യമന്ത്രിയുടെ 3 കേവലമായിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻസിനെ മാത്രം മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ്, പേഴ്സണൽ സ്റ്റാഫ്, ഒരാൾ അഡീഷണൽ പി, ആ തലത്തിലുള്ള താഴെ തലത്തിലുള്ള ലോവർ കാറ്റഗറിയിലുള്ള സ്റ്റാഫാണ്. അവരെ 3 പേരെ മാറ്റിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. മുഖ്യമന്ത്രി തന്നെ രാജിവെച്ചാലേ ഞങ്ങൾ സമരരംഗത്ത് നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞ് കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത അതേ മുഖ്യമന്ത്രി ഇന്ന് കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ്. നേരത്തെ ശ്രീജിത്ത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവിഹിതമായി എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ സ്ത്രീയെ 1,70,000 രൂപ ശമ്പളത്തിന് IT വകുപ്പിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിക്കുന്നു. ആ വകുപ്പിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രി, നിയമനത്തിന് നേതൃത്വം കൊടുക്കുന്നത് തന്റെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള IT വകുപ്പിന്റെ കൂടി ചുമതലയുള്ള IT സെക്രട്ടറി ശിവശങ്കരൻ. ഞാൻ ചോദിക്കുന്നത്, ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലേ? മുഖ്യമന്ത്രിക്ക് നേരിട്ടുള്ള ഉത്തരവാദിത്വമല്ലേ? തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റിയെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹം 10 മാസത്തേക്ക് ലീവ് എടുത്ത് പോയതാണ്. മാറ്റിയെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം ലീവ് എടുത്ത് മാറി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ലീവ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹത്തിന് തിരിച്ചു വരാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, ആ ഗൗരവത്തിന്റെ സ്വഭാവം. അന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, വെറും ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കാര്യമില്ല, സമരം അവസാനിപ്പിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ ടേംസ് ഓഫ് റെഫറൻസിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തുറന്ന മനസ്സോടുകൂടി അതിന് സമ്മതിച്ചു. ഞാനാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട വിഷയം എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇത്രയും സംഭവം ഉണ്ടായി, ഇന്ന് വരെയായി ഇത്രയും വിവാദമുണ്ടായിട്ട് എന്തെങ്കിലും ഒരു നടപടി? ഞാൻ ഇപ്പോഴും പറയുന്നു, തന്റെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം മാറ്റിയിട്ടില്ല, അദ്ദേഹം ലീവ് എടുത്തു പോയി. IT സെക്രട്ടറിയെ മാറ്റിയിട്ടില്ല, അദ്ദേഹം ലീവ് എടുത്തു പോയി, ശമ്പളത്തോടു കൂടി നിൽക്കുന്നു, ഇപ്പൊ സസ്പെൻഡ് ചെയ്യുമെന്ന് കേൾക്കുന്നു. ഒരന്വേഷണം തന്റെ ഓഫീസിൽ ഇതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം പറഞ്ഞു, ഇദ്ദേഹമല്ലാതെ പലരും ഇവരെ ടെലിഫോണിൽ വിളിച്ചിട്ടുണ്ട്, ഒരു അന്വേഷണം നടത്തണ്ടേ? അന്ന് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു, ടെലിഫോൺ കോൾ ലിസ്റ്റ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന വിവാദങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാണ്, അസഹിഷ്ണുതയാണ്. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാന ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ തരത്തിലുള്ള സംശയത്തിനും അതീതമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തെ സംബന്ധിച്ച് കേവലമായ ഒരു അന്വേഷണം പോലും നടത്താൻ.
അന്ന് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു, ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചു, നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ കേവലമായ ഒരു അന്വേഷണം, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി, എന്തിനേറെ പറഞ്ഞു അയാളെ സസ്പെൻഡ് ചെയ്യാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റൂൾസ് അനുസരിച്ച് സംശയാസ്പദമായ നിലയിൽ ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന ഒരാൾക്ക് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാതെ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിത കവചം തീർത്ത് പരിരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് അവിഹിതമായ താല്പര്യങ്ങളുണ്ട്. ഞാൻ സമയച്ചുരുക്കമുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. സുരേഷ് ബാബു ഇതിലെ പ്രൈം വില്ലൻ. നമ്മുടെ ചർച്ചകൾ മുഴുവൻ ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഞാനതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രൈം വില്ലൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി. നേരത്തെ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അമേരിക്കൻ കുത്തക കമ്പനിയായിരുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ വിവരശേഖരം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള തീവെട്ടി കൊള്ളയ്ക്ക് അന്ന് കേരളത്തിലെ ഗവൺമെന്റ് കൂട്ടുനിന്നതെങ്കിൽ ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്ര കൺസൾട്ടൻസി കരാറുകളാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തത്? കൊച്ചി മുതൽ പാലക്കാട് വരെയുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതിന്റെ കൺസൾട്ടന്റ് ഈ പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനി. അതുപോലെ ഈ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്ജ് 2020 അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി കോൺക്ലേവ് അല്ലെങ്കിൽ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി ഇതേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനി. അതുപോലെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യും കെ ഫോൺ കമ്പനി, അതിൻ്റെതും ഇതേ കമ്പനി തന്നെയാണ്. എത്ര സ്ഥലത്താണ് ഏറ്റവും ഒടുവിൽ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് മൊബിലിറ്റി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്റെ വിയോജനക്കുറിപ്പ് എഴുതുന്നു. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡും സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയായ ഹെസ്സുമായി MOU ഒപ്പുവെക്കുന്നതിന് തന്റെ ശക്തമായ വിയോജിപ്പ് സെക്രട്ടറിയിലൂടെ ഫയലിൽ രേഖപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 9, 2019. കൃത്യം 8 ദിവസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിയെ അറിയിക്കാതെ, സംശയം പ്രകടിപ്പിച്ച ട്രാൻസ്പോർട്ട് മന്ത്രി, വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി 8 ദിവസം കഴിയുമ്പോൾ 17-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ഈ മൊബിലിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന കമ്പനിയെ നിയോഗിക്കുന്നു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി. അവർ മുഖാന്തരമാണ് പലതരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. IT ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത അനുസരിച്ച്, ഞാൻ ചുരുക്കാം, ഇന്ന് വന്ന വാർത്ത അനുസരിച്ച് 34 പേരെ, അതിൽ 16 പേരെ 16 പേരെ സ്ഥിരപ്പെടുത്താനും ഈ രൂപത്തിൽ സ്വപ്നയെ നിയമിച്ചതുപോലെ നിയമിക്കപ്പെട്ടിട്ടുള്ള 34 പേരിൽ 16 പേരെ സ്ഥിരപ്പെടുത്താനും 18 പേരെ അല്ലാതെ സ്ഥിരപ്പെടുത്തുന്നില്ല, അവരെ റെഗുലർ സർവീസിൽ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഫയൽ പോയിരിക്കുകയാണ് ക്യാബിനറ്റിലേക്ക്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ നഗ്നമായ അഴിമതിക്ക് കുട പിടിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രതലത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. കള്ളക്കടത്ത് കേസ് NIA അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രതലത്തിൽ ഒരു അന്വേഷണം നടത്തി നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവിടെയാണ് ഗൗരവതരമായ പൊളിറ്റിക്കൽ കറപ്ഷൻ, അതുപോലെ ഫേവറിറ്റിസം, ഇതെല്ലാം നെപ്പോട്ടിസം, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് അതീതമായി മാതൃകയായി മാറേണ്ട ഓഫീസ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നു. അത് ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ ഈ ഇടപാടുകളെ സംബന്ധിച്ചൊക്കെ സമഗ്രതലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പ്രധാനമായും ആവശ്യപ്പെടാൻ. ഡോക്ടർ KS രാധാകൃഷ്ണൻ, ശ്രീ NK പ്രേമേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തോ ചീഞ്ഞു നാറുന്നു. ഒരു കള്ളക്കടത്ത് അല്ലെങ്കിൽ അഴിമതി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് സാധാരണക്കാർക്കുള്ളത്. അതാണ് ഇപ്പോൾ പ്രേമേന്ദ്രൻ ഇവിടെ ഷെയർ ചെയ്തതും. എങ്ങനെ കാണുന്നു? എന്താണ് പരിഹാരം? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് സംശയത്തിൻ്റെ നിഴലിലല്ല, സംശയത്തിൽ തന്നെയാണ്. ആ സംശയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്തുകാർക്കും
അഴിമതിക്കാർക്കും രാജ്യദ്രോഹികൾക്കും എളുപ്പത്തിൽ കടന്നു ചെന്ന് കാര്യങ്ങൾ സാധിച്ച് എടുക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ആ അന്തരീക്ഷം അവിടെ ഒരുക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ IAS ആണ്. ശിവശങ്കരൻ IAS നമ്മൾ ഓരോന്നിലും ശ്രദ്ധിച്ചതാണ്. ശിവശങ്കരൻ IAS സ്പ്രിംഗ്ലർ വിവാദം വന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് തീരുമാനമെടുത്തതാണ്, മുഖ്യമന്ത്രിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല, അദ്ദേഹം അത് അറിയേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇതിൻ്റെ വകുപ്പ് മേധാവി എന്ന നിലക്ക് മുഖ്യമന്ത്രിയെ അറിയിക്കാതെ പാൻഡമിക് ആക്ട് നിലനിൽക്കുന്നൊരു സന്ദർഭത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം പിയൂണിനെ വെക്കണമെങ്കിൽ പോലും പാർട്ടിയുടെ അംഗീകാരവും പാർട്ടിയുടെ അനുവാദവും ഒക്കെ നേടേണ്ടി വരും. ആ അംഗീകാരവും അനുവാദവും ഒക്കെ വാങ്ങിയിട്ടല്ലാതെ ഒരാളെ നിയമിക്കാൻ സാധ്യമേ അല്ല. ആ അംഗീകാരം ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊരാൾക്ക് ഒരു കരാറ് കൊടുക്കാൻ സാധിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന രീതിയാണ്. എനിക്ക് കമ്മ്യൂണിസത്തോട് ഈ പറഞ്ഞ യാതൊരു മതിപ്പും ഇല്ലാത്ത ഒരാളാണ്. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ രീതിയിലുള്ള യാതൊരു മഹത്വവും കാറൽ മാർക്സിൽ കാണാൻ കഴിയാത്ത ഒരാളുമാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്നത് വളരെ വിചിത്രമാവും വികലവുമായ സങ്കല്പങ്ങളായിരുന്നു. പ്രാകൃത ജനത ജീവിക്കുന്നൊരു സ്ഥലമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടിരുന്നത്. അദ്ദേഹം യൂറോ കേന്ദ്രീകൃതമായ ജ്ഞാനവ്യവസ്ഥയുടെ അടിമയായിരുന്നു. ആ യൂറോസ് കേന്ദ്രീകൃതമായ ജ്ഞാനവ്യവസ്ഥയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തം രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൈദ്ധാന്തികമായിട്ടാണ് എനിക്ക് മാർക്സിസത്തോടും കമ്മ്യൂണിസത്തോടുമുള്ള വിയോജിപ്പ്, വ്യക്തികളോടല്ല. CP നാരായണനോട് എനിക്ക് യാതൊരു വൈരാഗ്യവുമില്ല, പ്രേമേന്ദ്രനോടുമില്ല. പക്ഷേ ആ സിദ്ധാന്തം, കമ്മ്യൂണിസം എന്ന് പറയുന്ന, മാർക്സിസം എന്ന് പറയുന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിൽ എപ്പോഴും ഒരു ഏകാധിപതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ യുക്തിഘടന അതാണ്. ആ ഏകാധിപത്യ പ്രവണത ഉള്ളതുകൊണ്ടാണ് ഒരു പിയൂണിനെ വെക്കണമെങ്കിൽ പോലും ആ പിയൂണിനെ വെക്കണമെങ്കിലും പാർട്ടിയുടെ അംഗീകാരം നേടിയിരിക്കണം എന്നുള്ളത്. അത്തരം ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്ന, അത് പിണറായി വിജയനെ പോലെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ശക്തനായ ഒരാൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്രട്ടറി സ്വന്തം നിലക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് എത്ര ഒക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ അദ്ദേഹത്തിന് അത്രയേറെ സ്വാധീനം, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ശിവശങ്കരന് അത്രയേറെ സ്വാധീനം ഒരു മുഖ്യമന്ത്രിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം. അതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു സ്വാധീനം ഒരു ഉദ്യോഗസ്ഥനും ഒരു മുഖ്യമന്ത്രി, അതിന്റെ കാരണം എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അതിൻ്റെ കാരണം ഈ വളരെ ലളിതമാണ്. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സ്വഭാവമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരാളാണ് ശിവശങ്കരൻ എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം പറയാം. ഏത് രാഷ്ട്രീയ നേതാവായാലും ആ രാഷ്ട്രീയ നേതാവിനോട് നിയമപരമല്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത് ചട്ടപ്രകാരമല്ല, നിയമമനുസരിച്ചല്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവും പിന്നീട് ആ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്ങനെ പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്രട്ടറിക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ആ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം വിട്ടും ചട്ടം വിട്ടും കാര്യങ്ങൾ ചെയ്യാൻ താൻ സന്നദ്ധനാണ് എന്ന് ഒരാൾ ഒരു മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി ആ മുഖ്യമന്ത്രിയുടെ വിശ്വാസം വാങ്ങിയതിന് ശേഷം എന്തെല്ലാം തോന്നിയാസങ്ങൾ ചെയ്യാമോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് വെറുതെ വന്നൊരു സംഭവമല്ല. ഇത് ഈ പറഞ്ഞ രീതിയിൽ സ്വർണ്ണ ആർക്ക് ലഭിച്ചു എന്നുള്ളതും ആരായിരുന്നു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇതിന് സൗകര്യം ഒരുക്കിയത് എന്നുള്ളതും
ഈ പണത്തിൻ്റെ ഗുണഭോക്താക്കൾ ഏതെല്ലാം മേഖലകളിലുണ്ട് എന്നും അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളിലൊന്ന്. അത് വരണം. അത് വരുമ്പോഴാണ് ഇപ്പോൾ നാളെ ഇദ്ദേഹത്തെ എന്തായാലും ശരിയാണ്, ശിവശങ്കരനെ ചോദ്യം ചെയ്യാതെ ഈ കേസിൽ മുന്നോട്ട് പോകാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നിരിക്കാം. അങ്ങനെ ശിവശങ്കരൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും? അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രി സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തനം അനുവദിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, അത്തരത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ താൻ ഈ രാജ്യദ്രോഹത്തിന് കുറ്റം ചാർത്തപ്പെട്ട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും കേരള ഭരണത്തിൻ്റെയും അവസ്ഥ എന്താണ്? ഇന്ന് വരെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നേരത്തെ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ അയാൾ ലീവ് എടുത്ത് അദ്ദേഹം അപേക്ഷ കൊടുത്ത് ലീവ് അനുവദിച്ചു, അദ്ദേഹം ലീവിൽ പോയി. ഒരാൾ അയാൾക്ക് അനുവദനീയമായ ലീവിൽ പോകുന്നത് എങ്ങനെയാണ് ശിക്ഷാ നടപടിയാകുന്നത്? അതെങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. ഇത് അപകടമാണ്. ഇത് രാജ്യത്തിന് അപകടം വരുന്ന കാര്യമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയോ മാത്രം ഒരു പ്രശ്നമല്ല. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സുരക്ഷിതത്വത്തിൻ്റെയും ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും സാമൂഹികമായ ഏകതയുടെയും എല്ലാം തുരങ്കം വെക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയുക്തമാക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. ആ അപകടം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആകെ പറഞ്ഞത് ഇങ്ങനെ നാട്ടുകാരൊക്കെ അയാളെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നുണ്ട്, അപ്പം അതുകൊണ്ട് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ മോശം അഭിപ്രായമാണ് സ്പ്രിംഗ്ലർ വന്നപ്പോൾ പറഞ്ഞത്. ഇതിപ്പോൾ ആകെ പറയാവുന്നൊരു കാര്യം എന്താണ്? ഇദ്ദേഹം മുഖ്യമന്ത്രി കേട്ടു എന്ന് പറയുന്ന കാര്യം ശിവശങ്കരൻ അസമയങ്ങളിൽ ഈ പറയുന്ന ഈ ആരോപണ വിധേയയായിരിക്കുന്ന സ്ത്രീയുടെ ഫ്ലാറ്റിലെ സന്ദർശകനായിരുന്നു എന്ന് ആ ഫ്ലാറ്റിലുള്ള ചിലർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കേട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം മാറ്റിയത് ലീവിൽ പോവുകയാണ് ഉണ്ടായത്. ലീവ് എങ്ങനെയാണ് ശിക്ഷയാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലീവ് ശിക്ഷയല്ല, ലീവ് തെറ്റല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അങ്ങയിലേക്ക് വീണ്ടും വരാം. അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് ശ്രീ CP നാരായണൻ്റെ മറുപടിക്കാണ് നമ്മൾ കാതോർക്കുന്നത്. CP നാരായണൻ സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവ് എന്ന നിലയിൽ തന്നെയാണ് ശ്രദ്ധേയനാകുന്നത്. ജീവിതത്തിലുടനീളം രാജ്യസഭാംഗമായിരുന്നു. ഒരിടത്തും ഒരാരോപണത്തിനും വിധേയനായിട്ടില്ല. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് എല്ലാവരും കാണുകയും കരുതുകയും ചെയ്യുന്ന മികച്ച മാധ്യമപ്രവർത്തകൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP എന്ന നിലയിൽ ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണനും ശ്രീ NK പ്രേമേന്ദ്രനും ഉന്നയിച്ച ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു? ഞാനിപ്പോൾ നിങ്ങൾ ഈ ചർച്ചാ വിഷയമാക്കിയത് തന്നെ ഒരു അല്പം കൗതുകത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ചെറിയ വാലിൻ്റെ തുമ്പാണ് കേരളത്തിൽ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ധാരാളം റിപ്പോർട്ട്, ഔദ്യോഗികമായിട്ടും അല്ലാതെയൊക്കെ റിപ്പോർട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഒരു വർഷം 5000 ടൺ സ്വർണം കള്ളക്കടത്തിൽ വരുന്നുണ്ട് എന്നുള്ളത്. ആ കള്ളക്കടത്ത് വരുന്ന സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലാണ്. ആ ഗുജറാത്തിൽ സൂറത്തിൽ ജ്വല്ലറി ഫാക്ടറികളുണ്ട്. ഈ കള്ളക്കടത്ത് സ്വർണം വന്ന് അത് ഉപയോഗിച്ച് പല സാധനങ്ങളാക്കി മാറ്റുന്ന അങ്ങനെയുള്ള ഒരു കള്ളക്കടത്ത് വ്യവസായം, ആ വ്യവസായത്തിൻ്റെ തുമ്പാണ് ഇവിടെ കേരളത്തിൽ യാദൃച്ഛികമായി പിടിക്കുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് അല്ല, കസ്റ്റംസ് ആണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട്
പിടിക്കപ്പെട്ടവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരൊന്നുമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ ആ ചർച്ചയിലേക്ക് അതുമായി ബന്ധപ്പെട്ട അത് പല ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അതിന്ന് മാറി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും അതിൻ്റെ ഭരണ സംവിധാനത്തെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഞാൻ എല്ലാവരുടെയും ഓരോ കാര്യത്തിനു വേണ്ടി പറയുന്നില്ല, പൊതുവായിട്ട് പറഞ്ഞു. അല്ല, ഒറ്റ നിമിഷം. ബഹുമാന്യ സുഹൃത്താണ് പ്രേമേന്ദ്രൻ. അല്ല, ഒറ്റ നിമിഷം. കാലമായിട്ട് ഞങ്ങൾ അറിയാം. അല്ല, ശ്രീ CP നാരായണൻ, ഒറ്റ കാര്യം. പക്ഷെ ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ തരത്തിലുള്ള ഒരു ഭരണഘടന, ഞാൻ അതിലേക്ക് വരുന്നു. അല്ല, ഞാനിത് പറഞ്ഞത് ഒരു കാര്യം മാർക്ക് ചെയ്ത് വെക്കാനാണ്. ഓക്കെ, പറഞ്ഞോളൂ. നമ്മളടക്കം, ഞാനും ഒരു പത്രപ്രവർത്തകനാണ്, നിങ്ങളും ഒരു മാധ്യമപ്രവർത്തകനാണ്. എങ്ങനെ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വേറൊരു പ്രശ്നം കൊണ്ടുവന്ന് മറച്ചു വെക്കാമെന്നുള്ളത് നമുക്കറിയാം. പത്രപ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. അത് ധാരാളം പ്രവർത്തിക്കാറുണ്ട്. നിങ്ങൾ ജനത്തിൽ ചെയ്യുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പത്രപ്രവർത്തകർ പലരും ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ലോകത്തുമുള്ള പത്രപ്രവർത്തകർ പലതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിഴൽ ഇതിൻ്റെ മുകളിൽ ഉണ്ടെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ പ്രശ്നത്തിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അതിൽ പങ്കാളിയായ ആ സ്ത്രീ ആയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് സാധാരണഗതിയിൽ ഔദ്യോഗികമായിട്ടല്ലാത്ത ബന്ധങ്ങളുണ്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരം വരുന്നു. ആരോപണമായിട്ട് നിങ്ങളുടെ അടക്കം, എനിക്ക് നിങ്ങളുടെ ചാനൽ വന്നോ പല ചാനലുകളിലും അത് ഉന്നയിക്കപ്പെട്ടു. അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അവരെ അവിടെ ഈ പറഞ്ഞ സെക്രട്ടറി അവിടെ നിർത്തിക്കൊണ്ട് ചെയ്യാം, അങ്ങനെ കീഴ്വഴക്കമുണ്ട് ഇവിടെ. അതല്ല ഞങ്ങളുടെ കീഴ്വഴക്കം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഏത് മന്ത്രിക്കും പ്രൈവറ്റ് സ്റ്റാഫിൽ പെട്ട ആളെ അതിൽ ഈ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി ഒന്നും വേണ്ട, അവരാണ് നിയമിക്കുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രി പലരും മാറ്റിയിട്ടുണ്ടല്ലോ. വേറെ പല ആൾക്കാർ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും മുൻ പ്രധാനമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഒക്കെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പലരെയും ഈ സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ പേരിൽ എടുക്കേണ്ട അച്ചടക്ക ചട്ടങ്ങളുടെ വ്യവസ്ഥകൾ വെച്ചിട്ടല്ല അവരെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പ്രേമേന്ദ്രൻ, അദ്ദേഹം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. എങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി നമ്മളത് ചർച്ചാ വിഷയമാക്കേണ്ട. പക്ഷെ ഞാനത് പറയാൻ കാരണം, അദ്ദേഹം ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയ കാര്യം പ്രേമേന്ദ്രന് കാര്യവിവരമില്ലാത്ത ആളല്ല. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായിട്ട് കുറെ കാലം ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയേണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനു മുമ്പേ 57-ലാണെങ്കിൽ LDF കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ അത് അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക. അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, ആ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട്. അതിന് വിധേയമായിട്ടേ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെ അംഗീകരിക്കാമെന്ന് സത്യപ്രതിജ്ഞ സമയത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രിസഭ പ്രേമേന്ദ്രനെ അടക്കം മന്ത്രിമാരായത്. ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിലെ അംഗങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആയത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ഈ പ്രൈസ് കൂപ്പർ വാട്ടർ ഹൗസ് കൂപ്പർ അവരെ കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ആണോ മുൻപത്തെ കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുള്ളതല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇവിടെ അഖിലേന്ത്യാ തലത്തിൽ അംഗീകരിക്കപ്പെട്ട നയം, നവലിബറൽ നയം എന്ന് പറയുന്ന ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഏജൻസികളെ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പലതരം പ്രോജക്റ്റുകൾക്കും ഇത്തരം കമ്പനികളുടെ സേവനം പ്രയോഗിക്കേണ്ടി വരും. 1. 2. പണം 1994-95 വരെ
ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പദ്ധതികൾക്ക് അവർ പൈസ തരാറുണ്ട്. ഇടുക്കി പദ്ധതി, അങ്ങനെ നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് പൈസ തന്നത്, അവരാണ് കടം വാങ്ങിക്കുക. പക്ഷേ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ മേലാത് സാധ്യമല്ല, നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ ഫണ്ട് കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് വിദേശ ഗവൺമെൻറ്റുകളായിട്ട് വിദേശ ഏജൻസികളായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം, അത് അവരുമായിട്ട് ചർച്ച ചെയ്യാം, ആ ചർച്ച ചെയ്യേണ്ട കരാർ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അത് പരിശോധിച്ച് ഞങ്ങളുടെ നയം അനുസരിച്ച് അംഗീകരിക്കാവുന്നതാണെങ്കിൽ അംഗീകരിക്കാം. കഴിഞ്ഞ ഏതാണ്ട് 24 വർഷമായി, 25 or 26 വർഷമായിട്ട് അതാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭ വരുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ, ഈ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ആ ചട്ടക്കൂടിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എന്താണോ അവയ്ക്ക് വിധേയമായിട്ടേ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പറ്റൂ. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ആ കമ്പനി PwC അവർ വന്നത് ആ തരത്തിലാണ്. ഇവിടെ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ പദ്ധതികളുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളിലുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ട്. അവിടങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരം പല പ്രോജക്റ്റുകളിലും അവർ ഈ തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ഗവൺമെൻറ്റും ISROയും കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രോജക്റ്റിൻ്റെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ നിയമിച്ചത്. അവരാണ് അതിൻ്റെ കീഴിൽ, അവർക്ക് ഏൽപ്പിച്ച പദ്ധതിയിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അവരാണ്, നിയമിക്കുന്നത് അവരാണ്. അവർക്ക് മൊത്തം ആ പദ്ധതി നടപ്പാക്കാനല്ല. നമ്മളൊരു പ്രോജക്റ്റ് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്ടർക്ക് നമ്മൾ പൈസ കൊടുക്കും. കോൺട്രാക്ടർ ആരൊക്കെയാണ് നിയമിക്കുന്നത് എന്ന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് കോൺട്രാക്ടർമാരെ വെച്ചിട്ടുണ്ട്. അവർക്ക് പല പദ്ധതികളും കൊടുക്കുന്നുണ്ട്. ആ പദ്ധതികളിൽ ആരെയൊക്കെ നിയമിക്കുന്നു എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടല്ല. ഒരു പക്ഷേ രാജ്യദ്രോഹിയോ അങ്ങനെയുള്ള ആൾക്കാരാണോ എന്നുള്ളത് വേണമെങ്കിൽ പരിശോധിച്ചു തരാം. അല്ലാത്ത കാര്യത്തോളം ആ സ്വകാര്യ സ്ഥാപനം ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അത് നടപ്പാക്കാൻ വേണ്ടി ആരെ വെക്കുന്നുവോ, അവർക്ക് എന്ത് ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് അവരാണ് തീരുമാനിക്കുക. കാരണം ആ ഏൽപ്പിച്ച പണി സമയബന്ധിതമായി ഡെലിവറി ചെയ്യലാണ് അവരുടെ കടമ. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുക. ഇത് ഒന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരെ ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട സ്ത്രീ സ്വപ്ന, അവരെ നിയമിക്കുന്നത് PwC ആണെന്ന് അവർ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. അവർ അല്ല ശരിക്കും ചെയ്തത്, അവർ വേറൊരു കമ്പനി ഏൽപ്പിച്ചിട്ടാണ്. നിയമനം കൊടുത്തത് IT വകുപ്പല്ലേ? ചില വസ്തുതകളുണ്ട്. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറയൂ. അല്ല, എന്താണ് നിയമനം കൊടുത്തത്? IT വകുപ്പാണ്. ഹലോ, പറയൂ. IT വകുപ്പാണ് നിയമനം കൊടുത്തത്. അല്ല, IT സെക്രട്ടറിയാണ് ഞാൻ പറയുന്നതാണ്. ഞാൻ അതിലേക്ക് ആ വാചകത്തിലേക്കാ വരുന്നത്. അല്ല, കാരണം IT സെക്രട്ടറിയാണ്. ഇവർക്ക് ഇവരുടെ EPF കൊടുക്കുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനി കഴിഞ്ഞ മാസം ജൂൺ മാസത്തിലും അവരുടെ EPF കൊടുത്തതിൻ്റെ റെക്കോർഡ് പലയിടത്തും കാണേണ്ടവർക്കൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഗവൺമെന്റ് ആണ് EPF കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനിയുടെ കയ്യിൽ ഇതുണ്ടാവുക? ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ നാരായണൻ, അവരെ പിരിച്ചുവിട്ടതാരാണ്? സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആണോ, മറ്റേ കമ്പനിയാണോ, കേരള സർക്കാരാണോ? അല്ല, അവരെ ഇവര് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു. അത് ഗവൺമെന്റിന് പറയാം. EPF കൊടുക്കാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് പിരിച്ചുവിടാനുള്ള അധികാരം ഉണ്ടാകുന്നത്? ഞാൻ അതാ പറഞ്ഞത്. ക്രിമിനൽ പ്രവർത്തനം ചെയ്യുന്നവര്, ഒരു ഗവൺമെന്റ് കൊടുത്ത കോൺട്രാക്റ്റില് അതിൽ കീഴിൽ ചെയ്യുന്നവര് ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ആ കൊലപാതകം നടത്തിയ ആളെ പിന്നെയും അവിടെ പണി ചെയ്യാൻ പറയാൻ പറ്റില്ല. അത് അത്തരത്തിലുള്ള വിവേചനാധികാരം ഗവൺമെന്റിന് പല കാര്യങ്ങളിലുണ്ട്. ഇതിൽ മാത്രമല്ല, വേറെ പല കാര്യങ്ങളിൽ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. ചെയ്തിട്ടുള്ളത് ശ്രീ CP നാരായണൻ, എൻ്റെ അറിവിൽ ഒരു അപ്പോയിൻമെന്റ് അതോറിറ്റിക്ക് മാത്രമേ പുറത്താക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പുറത്താക്കാനുള്ള അധികാരമുള്ളൂ. ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വരുന്നത് കൺസൾട്ടൻസിയോ കോൺട്രാക്ട് ബേസിസിലോ പെർമനന്റ് ആയിട്ടോ വരാം.
പക്ഷേ ആരാണോ സർക്കാർ സർവീസിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെയോ താങ്കൾ പറയുന്ന ആ മറ്റ് കമ്പനിക്കോ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംരംഭത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ നേരിട്ട് പറ്റില്ല. അതിന് കേരള സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടാനായിട്ടൊരു അതോറിറ്റിക്ക് പറ്റുമെങ്കിൽ അപ്പോയിൻമെൻറ്റിൽ അവർക്ക് റോൾ ഉണ്ടായേ പറ്റുള്ളൂ. നിയമമാണ്. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിലേക്ക് വരാം. നിയമനം നടത്തിയത് ആരാ? ഗവൺമെന്റ് അല്ല. അല്ല, നമുക്ക് തർക്കിക്കാം. കാരണം ഇതിന് ഒക്കെ കടലാസുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്ത് ചർച്ച ചെയ്യേണ്ടല്ല. ഇത് കേരളത്തിലെ നാട്ടുകാർക്ക് മുഴുവൻ ലഭ്യമാകുന്ന തരത്തിലുള്ള ഔദ്യോഗിക രേഖകൾ ഇവിടെയുണ്ട്. അത് നോക്കാം. ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ 4 പേരുടെ വാക്കുകളെ അല്ല, ഇത് മറ്റേ പബ്ലിക് ഡൊമൈനിലുള്ള ഇത്തരം ലേഖകരെ ഏതാൾക്ക് വേണമെങ്കിൽ ഇത് കേൾക്കുന്ന ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരാൾക്ക് വേണമെങ്കിൽ അതൊക്കെ പരിശോധിക്കാം. എന്നിട്ട് അവരുടെ സ്വന്തം തീരുമാനം എടുക്കാം. നമ്മൾ ഇതുവരെ നടന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളെയാണ് നാം പരിചയപ്പെടുത്തുന്നത്. PS ശ്രീകുമാർ. PS ശ്രീകുമാർ സരിദാസ് കേസ് അടക്കമുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. കൈ പൊള്ളാത്ത പ്രൈവറ്റ് സെക്രട്ടറി. എന്തായിരുന്നു സത്യത്തിൽ അന്ന് നടന്നത്? ഈ ചെറിയ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ സരിത സംഭവം അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായത് എന്നുള്ളത് ഇതുവരെ ശ്രീകുമാറോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഉന്നത ഉദ്യോഗസ്ഥരോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ചാനലിൽ ആദ്യമായിട്ട് പറയുകയാണ്. എന്താണ് ഉണ്ടായത്? കൈപൊള്ളാത്ത ഒരാൾ മാത്രമായിരുന്നില്ല, എന്നെപ്പോലെ 1-2 പേരുണ്ടായിരുന്നു, ശർമാജി അടക്കം. ശർമാജി മാത്രമല്ല, അവിടെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് 27 പേരെയാണ് നിയമിച്ചിരുന്നത് ആദ്യം. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 30 പേരാക്കി മാറ്റി. അതിൽ അന്നിപ്പം ഈ ആരോപണം ഉണ്ടായത് തന്നെ 3 പേർക്ക് മാത്രമായി, 3 പേർക്കെതിരായിട്ടായിരുന്നു. അത് ലോവർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന 3 ആൾക്കാർക്ക് മാത്രം. ബാക്കിയുള്ളവർക്ക് ആർക്കും എതിരായിട്ട് ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. 5 വർഷം എല്ലാവരും ഉണ്ടായിരുന്നു, യാതൊരുവിധ ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല. ആ 3 പേർക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? അവരെന്തെങ്കിലും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കിയെന്നോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്നോ, അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നോ, രാജ്യദ്രോഹ പ്രവർത്തനം കൂട്ടുനിന്നോ യാതൊന്നും ഇല്ലായിരുന്നു. അവർക്കെതിരായിട്ടുള്ള ആരോപണം 33 കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീ ഇവരെ ഫോൺ വിളിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അന്ന് മാധ്യമങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷിച്ചായിരുന്നത്. അങ്ങനെ ഒരു ആരോപണമാണ് വന്നത്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് അങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്ക് അവരോട് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അത് ആൾക്കാരുടെ പൊതുജനങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉയർത്തിയ ആ ആരോപണങ്ങളോടും അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനാധിപത്യമായ ഒരു ശൈലിയിലാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അല്ലാതെ അവർ കുറ്റക്കാരാണെന്ന് ഇന്നേ വരെ, അതിനുശേഷം കേസുകൾ നടന്നിട്ടുണ്ടല്ലോ. ഈ 33 കേസുകൾ ആ സ്ത്രീക്കെതിരായിട്ടുണ്ട്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളുണ്ട്, എൻക്വയറികൾ നടത്തിയിട്ടുണ്ട്, പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ 3 പേർക്കെതിരായിട്ട് യാതൊന്നും ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും യാതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഇടപാടുകളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആരും ഒരു ആരോപണങ്ങളിൽ പിന്നീട് വിടാഞ്ഞത്. പിന്നെ മാത്രമല്ല, അന്ന് ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സാഹചര്യം, അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അന്ന് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലും അദ്ദേഹം നടത്തി. വളരെ ആൾക്കാർക്ക് വളരെയധികം സന്തോഷകരമായ, അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് നടത്തി. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ എത്രയോ ഉത്തരവുകൾ സാധാരണഗതിയിൽ ഈ ഗവൺമെൻറ് തലത്തിലൊരു ഉത്തരവ് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ഉത്തരവ് ഉണ്ടാകണമെങ്കിൽ ഒട്ടേറെ കാലതാമസം ഉണ്ടാകാറുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള റെക്കമെൻഡേഷൻസ് വരണം, അല്ല അത് പരിശോധിക്കണം, വിവിധ വകുപ്പുകൾ പരിശോധിക്കണം. പക്ഷേ ഈ ജനസമ്പർക്ക പരിപാടിയിൽ സാധാരണ ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോൾ 44 ഉത്തരവുകളാണെന്ന് ഇറക്കിയത്. ആ ജനസമ്പർക്ക പരിപാടിയെപ്പറ്റി നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം. ലോകത്തിലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഗവേണൻസിൽ അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് അന്ന് സെലക്ട് ചെയ്തു, ലോകത്തിലെ തന്നെ. അത് ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ബഹുമതി ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഒരു സന്ദർഭം അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി, ഗൾഫിൽ പോയി ആ അവാർഡ് വാങ്ങിയ ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ചില രാഷ്ട്രീയമായ കാര്യങ്ങളാലായിരിക്കണം അതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ അന്നുണ്ടായ ഒരു പാളിച്ച ഉണ്ടായില്ലേ അവിടെ? ഒരു നിയന്ത്രണം
ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കയറി ഇരിക്കാവുന്നൊരവസ്ഥ വരെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സ്ത്രീ കയറി വരുന്നത് എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? അല്ല, ആർക്കും കയറി ഇരിക്കാമെന്നുള്ള അവസരം ഉണ്ടായത് താങ്കൾ പറഞ്ഞ ശരിയാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളുണ്ടായി, ഒക്കെ കയറിയിരുന്നു. നിങ്ങൾക്കറിയാം, പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ജനകീയനാണെന്ന് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻ ഇല്ല, ആർക്കും അവിടെ കയറി വരാം. അതിലെ റോഡ് അന്നൊരു ചെല്ലുണ്ട്, ഞങ്ങൾ തമാശയായിട്ട് പറയുമായിരുന്നു, അതിലെ റോഡിൽ കൂടെ MG റോഡിൽ കൂടെ ആരെങ്കിലും പോകുമ്പോഴത്തേക്ക് അവിടെ മുഖ്യമന്ത്രി അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറുന്ന ആ ഒരു സന്ദർഭമായിരുന്നു. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരമായാലും രാത്രിയിലായാലും, രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുമൊക്കെ ആ സമയം വരെ ഇരിക്കുമായിരുന്നു. യാതൊരുവിധ റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു. ഏത് സമയത്തും ആൾക്കാർക്ക് പിന്നെ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞോ ഇങ്ങനൊരു സംഭവം ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത്? അല്ല, ഇത് ദുരുപയോഗം, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് യാതൊരു ദുരുപയോഗം ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് വ്യക്തിപരമായ ചില സംസാരങ്ങൾ ഉണ്ടായെന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായിട്ട് അവരെ സഹായിച്ചിട്ടില്ല. അവർക്ക് 1 രൂപയുടെ സഹായം ചെയ്തിട്ടില്ല. ആ കേസ് തന്നെ എന്തുമായിരുന്നു? ഇത് അവരെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് 33 കേസുകൾ പ്രതിയായ അവർ വഞ്ചനാ കുറ്റത്തിന് വേണ്ടി 2007 തൊട്ട് പല കേസുകളിൽപ്പെട്ട പ്രതിയാണ് ആയിരുന്നവർ. അത് മാത്രമല്ല, ആ സമയത്ത് അവർ വരുന്ന ആൾമാറാട്ടം നടത്തിയാണ്. പണ്ടത്തെ കേസുകളൊക്കെ മറിച്ച് പുതിയൊരു പേരിലാണ് വരുന്നത്. ആർക്കും അറിയത്തില്ലായിരുന്നു. പോലീസിൻ്റെ ഇൻ്റലിജൻസിൽ പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അന്നുണ്ടായത്. അത് ആർക്കും അറിയത്തില്ല, അങ്ങനെ ഒരു വഞ്ചനയുടെ ഭാഗമാണ് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ അവരവിടെ വന്നിട്ടുമില്ല. അത് വെളിയിലുള്ള അവരുടെ പേഴ്സണൽ ബന്ധത്തിൻ്റെ പുറത്തുള്ളതായിരുന്നു ആ ഫോൺ വിളികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഔദ്യോഗികമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർക്കുണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്കാർക്കും ആരോപണം, പിന്നെ സാമ്പത്തിക സഹായം കൊടുത്തു എന്നുള്ള ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ ഒന്നും അക്കാര്യത്തിലുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് കേസുകൾ പിന്നെ പരിശോധിച്ചല്ലോ, വിവിധ കോടതികൾ വന്നല്ലോ. ആർക്കെങ്കിലും ഇതിനായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായോ? ആരുടെയെങ്കിലും പിന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് മേന്മയുണ്ടാക്കിയെന്നോ ഇല്ലെങ്കിൽ വഴിവിട്ട രീതിയിൽ ആരെങ്കിലും സഹായിച്ചു എന്നോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും ഇന്നേ വരെ ഒരു കോടതിയിലും കണ്ടെത്തിയിട്ടില്ല. അവസാനം സോളാർ കമ്മീഷൻ വന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഒരു സെക്കൻഡ്, സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറഞ്ഞത്? സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ സാമ്പത്തികമായിട്ടും ഗവൺമെൻറ്റിനുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സോളാർ കമ്മീഷൻ വെച്ചതായിരുന്നു, അല്ലാതെ വേറെ യാതൊരുവിധ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടും ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ വിശദമായിട്ട് വരാം. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത NK പ്രേമേന്ദ്രൻ ഇവിടെയുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ, അന്ന് ഈ LDF വരും, എല്ലാം ശരിയാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 3 പേരാണ് കസ്റ്റംസിലേക്ക് വിളിച്ചത്. ഒന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ രണ്ടാമത് മറ്റൊരു ഉദ്യോഗസ്ഥൻ, അത് മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഞാൻ പേര് പറയണില്ല. മൂന്നാമത്തെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡാർക്ക് ഹോഴ്സ് എന്നാണ് ഇപ്പോൾ കിട്ടുന്നത്. അദ്ദേഹം കസ്റ്റംസുകാരെ വിരട്ടുമായിരുന്നു, പണി തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ബന്ധം? എങ്ങനെ ഇതിനെ ന്യായീകരിക്കാനാവും? അല്ല, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട CP ഇവിടെ ഉന്നയിച്ച വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അതൊരു നയപരമായ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ബൂർഷ്വാ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഫെഡറൽ ജനാധിപത്യത്തിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ള നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ ബദലാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നുള്ളതാണ് എക്കാലവും നമ്മൾ ഉയർത്തിക്കാണിച്ച് ജനങ്ങളുടെ പിന്തുണ ആർജിച്ചിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് VS ഗവൺമെന്റിന്റെ കാലയളവ് വരെ പിൻപറ്റിയിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അന്നും കൺസൾട്ടൻസികളെ വെച്ചിട്ടുണ്ട്. ഞാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിൽ കൺസൾട്ടൻസി നിയമനം നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്, ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പരിശോധിച്ചാൽ അറിയാം, വസ്തുനിഷ്ഠ, ഞാനിതൊരു വാദത്തിന് വേണ്ടി പറയുന്നതല്ല. ഈ 4-5 കേസുകളുടെ IT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഫയലുകൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്ക് നല്ല വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നടപടി. പിന്നെ 2, ഇതിനോട് അനുബന്ധമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. 2004 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 1ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ
4 ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രത്തിൽ ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിൽ നാഷണൽ പ്ലാനിംഗ് ബോർഡിലേക്ക് ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെ, ഡോക്ടർ പ്രഭാത് പട്നായിക് ഉൾപ്പെടെ, CP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഉള്ള 5 പേർ, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന 5 പേർ ആ നാഷണൽ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി നിയമനം ഉൾപ്പെടെ വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഇത്തരം ലോക ധനമൂലധന ശക്തികളെ നിയന്ത്രിക്കുന്ന ഈ ബാങ്കുകളും അവരുടെ കൺസൾട്ടൻസി സംവിധാനവും അത്തരം ആൾക്കാരെ നാഷണൽ പ്ലാനിംഗ് ബോർഡിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ നിയോഗിച്ചാൽ, മെമ്പർഷിപ്പ് കൊടുത്താൽ, ഞങ്ങൾ രാജിവെക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കത്ത് കൊടുക്കുകയും പരസ്യമായി പത്രസമ്മേളനം നടത്തി നമ്മൾ വിയോജിക്കുകയും ചെയ്തതാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ വക്താവും പ്രയോക്താവുമാണ്. അത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടപ്പാക്കി അതിൽ വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്. അതിന് ഘടകവിരുദ്ധമായ രാഷ്ട്രീയ നയങ്ങൾ സ്വീകരിക്കുന്ന, പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മളൊരു ഭരണഘടനാ സംവിധാനത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അത്തരത്തിൽ ആ നടപടികളെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നിർബന്ധിതമായി, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് പണമില്ല, വേൾഡ് ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരും, ADB ആശ്രയിക്കേണ്ടതായിട്ട് വരും, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു ലോക ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അന്ന് അത് മാത്രവുമല്ല, ഡൽഹി ജൽ ബോർഡ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് മൻമോഹൻ സിംഗ് കേന്ദ്ര പ്രധാനമന്ത്രിയും ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഡൽഹി ജൽ ബോർഡ് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന കമ്പനിയെ വെച്ചപ്പോ അങ്ങനെ വെക്കരുത്, അതിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നും ഡോക്ടർ മൻമോഹൻ സിംഗിന് കത്തെഴുതി. RSPയും ഫോർവേഡ് ബ്ലോക്കും CPIയും CPM ഉൾപ്പെടെ പ്രകാശ് കാരാട്ടായിരുന്നു അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി. ഈ 4 പേർ, ഇടതുപക്ഷ പാർട്ടികളുടെ 4 പേർ ചേർന്ന് കത്തെഴുതി. അപ്പൊ മൻമോഹൻ സിംഗ് UPA ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് അവർ ആ നയത്തിന്റെ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. അവർ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ബദൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ അത് അതേപോലെ അതേപോലെയുമല്ല, അവരൊക്കെ ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ള, കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്പനിയെ മാത്രമല്ലല്ലോ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, വിവിധ കമ്പനികളെ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി യോഗ്യതയുള്ള വിവിധ കമ്പനികളെ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് മാത്രം സ്പെഷ്യൽ പ്രയോറിറ്റി പരിഗണന എന്നുള്ളത് അദ്ദേഹം പരിശോധിച്ചാൽ കൃത്യമായി അഴിമതി ഉറവിടം മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന കമ്പനിക്ക് നമ്മുടെ സ്ഥാപിതമായിട്ടുള്ള താല്പര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് നിജസ്ഥിതി അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുള്ളതാണ്. 2, അദ്ദേഹം സൂചിപ്പിച്ച, ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഇവരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. നിയമിച്ചത് കൺസൾട്ടൻസിയാണ് നിയമിച്ചത്, ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ നിയമിക്കുമ്പോൾ പോലും അവരുടെ CV അത് അപ്രൂവ് ചെയ്യേണ്ടത് കൺസേൺഡ് ക്ലയന്റ് ആണ്. ഇവിടെ ആരാ ക്ലയന്റ്? ഇവിടുത്തെ ക്ലയന്റ് ഗവൺമെന്റ് ആണ്, PwC ആണ്. PwC അപ്രൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ബന്ധപ്പെട്ട വകുപ്പ് അപ്രൂവ് ചെയ്യണം. അല്ലാതെ അതുപോലെ നിയമിക്കുന്നവരുടെ ശമ്പളത്തെ സംബന്ധിച്ച്, അവരുടെ യോഗ്യതയെ സംബന്ധിച്ച് നിർദ്ദേശിക്കാനുള്ള അധികാരം, അവകാശം ആരാണോ കൺസൾട്ടൻസി വെക്കുന്നത് ആ ക്ലയന്റിന് അവകാശമുണ്ട്. ആ അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, ശ്രീജിത്ത് പണിക്കർ. അല്ല, ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് മൊബിലിറ്റി പ്രോജക്റ്റിലാണെങ്കിൽ പോലും ഏറ്റവും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഇൻഡിവിജ്വൽ കമ്പനി എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ, അത് സ്പ്രിംഗ്ലർ ഒരു ഉദാഹരണമാണ്, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം മാത്രമാണ്. CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി ആഗോളപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കമ്പനികളുമായി ചേർന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതികളിലുള്ള ചില നടപടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്നത് എന്ന് മാത്രം. അത് ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടത് CPMും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കേന്ദ്ര നേതൃത്വവും കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഒരു ഇടവേള അനിവാര്യമായിരിക്കും.